ഇന്ന് ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. ഇത് മാങ്ങ പച്ചമാങ്ങയായിരുന്നു, മഞ്ഞ കളറായി തുടങ്ങി. എന്നാലും രുചിയുണ്ടാവും. ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നെയ്മീൻ കറി വയ്ക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ലേശം, അതായത് ഒരു ഇത്ര പെരിഞ്ചീരകം ഇടുന്നുണ്ട്. ഒരു മണവും എല്ലാം കൂടെ നന്നായിരിക്കും. എല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. മാത്രമല്ല ഇതിന് നല്ലൊരു സുഗന്ധമാണ് എല്ലാം കൂടെ ചേർന്നപ്പോൾ. റെഡിമെയ്ഡ് കഷ്ണങ്ങൾ വാങ്ങിയതാണ്. അവിടെ വലിയൊരു ഇന്നലെ ലുലുവിൽ വലിയൊരു നെയ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ അടുത്ത് തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ കഷ്ണങ്ങൾ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ ഡീപ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ അത്യാവശ്യം ഡീപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കറിക്കട്ട് വാങ്ങിയതാണ്. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട്. പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ പരുവായിട്ട് കുറച്ച് നേരം വയ്ക്കും. ഇത്തിരി ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മീനിൽ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് മീൻ മസാല പട്ടിയത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കും. എല്ലാം നന്നായി സെറ്റാവും. എല്ലാം രുചിയായിട്ട് കിട്ടുന്നതാണ്. കുക്ക് ചെയ്ത് വരാനുള്ള ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്യും. ഇപ്പോഴേ നല്ല മണമുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു. നമുക്ക് നല്ല എരിവിൽ കിട്ടുള്ളൂ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ സ്ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല രീതിക്ക് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗ്രേവി തിക്കായാൽ അടി പിടിച്ചിട്ടുണ്ടോയെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സ്ലോ ആയിട്ടാണ് ഫ്ലെയിം വെക്കുന്നത്, അതുകൊണ്ട് അടി പിടിക്കില്ല. പക്ഷേ കുറച്ച് നേരത്തെ ഞാൻ കുറച്ചുകൂടെ ഹൈ ഫ്ലെയിം വെച്ചിരുന്നു, അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിക്കും. കൂടെ ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അധികം എരിവ് വേണ്ട, എന്നാൽ എരിവിൻ്റെതായൊരു സുഖം കിട്ടുകയും വേണം. എല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ കറി കഴിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പക്ക. എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന് നല്ല സ്വാദുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്.